നമ്മൾ ഇന്ന് അശ്വഗന്ധാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായി പറയുന്നത്. അമുക്കുരം, നിലപ്പനക്കിഴങ്ങ്, മഞ്ചട്ടി, ഇരട്ടിമധുരം, പാൽമുതുകൻ കിഴങ്ങ്, ചന്ദനം, വയമ്പ്, നറുനീണ്ടി, മഞ്ഞൾ, ഏലത്തരി, തേന് അങ്ങനെ തുടങ്ങിയ അനവധി മരുന്നുകൾ ചേർത്തിട്ടാണ് ഈ അശ്വഗന്ധാരിഷ്ടം ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയും അതുപോലെ രക്തചംക്രമണ വ്യൂഹത്തെയും ദഹന വ്യവസ്ഥയൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജനായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ അശ്വഗന്ധം. അതുപോലെ മനുഷ്യ ശരീരത്തിലെ വളർച്ചയുടെ ഹോർമോണിനെ കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ അശ്വഗന്ധം. നമ്മുടെ ശരീരത്തെ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഔഷധം കൂടിയാണ് ഈ അശ്വഗന്ധം. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം, ടെൻഷനൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഹോർമോണുകളെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. അതുപോലെ മാനസിക പിരിമുറുക്കം, ടെൻഷൻ, ഉറക്കക്കുറവ് ഒക്കെയുള്ള ആളുകൾക്ക് ഈ അശ്വഗന്ധാരിഷ്ടം ഏറെ ഗുണകരമാണ് ഒരു വൈദ്യനിർദ്ദേശത്തിൽ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തെ രോഗപ്രതിരോധശേഷി കൂട്ടാനും ഒരു ആൻറ്റി ബാക്ടീരിയലായി പ്രവർത്തിക്കാനും ഈ അശ്വഗന്ധം സഹായിക്കും. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ പ്രത്യുൽപാദന ശേഷി കൂട്ടുവാനും ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കാനും അതുപോലെ മാനസിക പിരിമുറുക്കമൊക്കെ അകറ്റാനും ശേഷപ്പെട്ട ഒന്നാണ് ഈ അശ്വഗന്ധാരിഷ്ടം. അതുപോലെ PCOD ഉള്ള സ്ത്രീകൾക്ക് ഈ അശ്വഗന്ധം ഉപയോഗിക്കുന്നത് PCOD പ്രതിരോധിക്കാൻ ഏറെ സഹായകരമാണ്. ലൈംഗിക താല്പര്യം കുറഞ്ഞ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം കൂട്ടാൻ വേണ്ടി ഈ അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കുന്നത് ഏറെ സഹായകരമായിരിക്കും. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ അവരുടെ കായികശേഷി വർദ്ധിക്കാനും ആരോഗ്യം നിലനിർത്താനും അതുപോലെ മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങളൊക്കെ അകറ്റാനും അശ്വഗന്ധാരിഷ്ടം ഏറെ ഗുണകരമാണ്. അതുപോലെ ശീഘ്രസ്ഖലനം, കൗണ്ട് കുറവുള്ള ആളുകൾക്ക് സെമൻ്റെ ക്വാളിറ്റിയൊക്കെ കൂട്ടാനും ഈ അശ്വഗന്ധാരിഷ്ടം ഏറെ സഹായകരമാണ്. അതുപോലെ സ്ത്രീകൾക്ക് ആർത്തവ വിരാമ സമയത്ത് പൊതുവേ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉറക്കക്കുറവും അതുപോലെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ സമയത്തൊക്കെ ഒരു വൈദ്യനിർദ്ദേശത്തിൽ അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അവരുടെ പിരിമുറുക്കം, അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഏറെ സഹായകരമാണ്. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഹൃദയത്തിൻ്റെ പേശികൾക്ക് നല്ല ബലം ലഭിക്കാനൊക്കെ ഈ അശ്വഗന്ധം ഏറെ ഗുണകരമാണ്. ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവരുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും ടെൻഷൻ അതുപോലെ പിരിമുറുക്കം തുടങ്ങിയ ഒഴിവാക്കുന്നതിനും ഒരു ആൻറ്റി സ്ട്രെസ്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അശ്വഗന്ധാരിഷ്ടം. അതുപോലെ തന്നെ ബുദ്ധിശക്തി വർധനവിനും അപസ്മാര രോഗികൾക്കും അതുപോലെ ഓർമ്മക്കുറവുള്ള ആളുകൾക്കൊക്കെ ഈ അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൃക്ക തകരാറിലാക്കാൻ ഇടയാക്കുന്ന ചില മരുന്നുകളുടെ വിഷഫലങ്ങളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ അശ്വഗന്ധം. അതുപോലെ വാതരോഗത്തിന് പ്രത്യേകിച്ച് സന്ധിവാത രോഗികൾക്കൊക്കെ ഈ അശ്വഗന്ധാരിഷ്ടം ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന നീര്, നീർക്കെട്ട് തുടങ്ങിയ വേദനകളൊക്കെ ശമിക്കാനും ഈ വാദസംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാ വേദനകൾക്കും ആശ്വാസം ലഭിക്കാനും ഈ അശ്വഗന്ധാരിഷ്ടം ഏറെ ഗുണകരമാണ്. അതുപോലെ തിമിരം തുടങ്ങിയ നേത്ര രോഗങ്ങൾക്ക് ഈ അശ്വഗന്ധം ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. പ്രത്യേകിച്ച് തിമിരമുള്ള ആളുകൾക്ക് ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് ഈ അശ്വഗന്ധം പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ തിമിരത്തെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഒന്നാണ് ഈ അമുക്കുരം. അതുപോലെ ഈ അശ്വഗന്ധാരിഷ്ടം അല്ലെങ്കിൽ ഈ അശ്വഗന്ധം ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന മൂലം ത്വക്കിന് ആരോഗ്യം നിലനിർത്താനും പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് തടയാനും സഹായിക്കുന്ന ഒന്നാണ് ഈ അശ്വഗന്ധാരിഷ്ടം. അപ്പോൾ ഈ അശ്വഗന്ധാരിഷ്ടം ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ എല്ലാ മേഖലകളിലും ഏറെ ഗുണകരമാണ് ഈ അശ്വഗന്ധാരിഷ്ടം ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കുമ്പോൾ. ഇതിൻ്റെ ഉപയോഗം 10 മില്ലി മുതൽ 30 മില്ലി വരെ ഭക്ഷണശേഷം രാവിലെയും വൈകുന്നേരവും ഒരു വൈദ്യ നിർദ്ദേശത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.